ഇവിടെ ഈ ഒരു കട തുടങ്ങിയ പിന്നെയാണ് ഇവർ ഇത്രയും പ്രശ്നങ്ങൾ ഞങ്ങൾക്കെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നാട്ടുകാരൻ തന്നെയാണ്, അല്ലാണ്ട് അന്യനാട്ടിൽ നിന്ന് വന്നതുമല്ല. നമ്മളിവിടുത്തെ നാട്ടുകാരാണ്. നമ്മൾ വേറെ സ്ഥലത്ത് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ഈ വേസ്റ്റ് ബിൻ ഇങ്ങനെ വെക്കാൻ പറ്റുമോ? സംരംഭത്തിനൊപ്പം ഇങ്ങനെ വേസ്റ്റ് ബിന്നും കൊണ്ട് നോക്കാൻ പറ്റും? പറ്റില്ലല്ലോ. പറ്റില്ല. അതല്ല, എനിക്ക് പുറവശത്തേക്ക് കയറി പോണ വഴിയാണത്. ആ വഴിയിൽ ഇവരിത് കൊണ്ടുവന്ന് വെച്ചേക്കണത്. അത് എന്നോടുള്ള വൈരായോണ്ട് വെക്കണത്. സ്ലാബ് ഇരുന്ന് എവിടെ ഇരുന്നറിയാം? സ്ലാബ് എല്ലാം എടുത്തു വെച്ചത് ഏത് ഒരു സൈഡ് വണ്ടി പോവുള്ളൂ. ഒന്നാമത്തെ ഇവിടെ വണ്ടി പോകണമെന്ന് പറഞ്ഞ പിള്ളേർ പോണ പോക്ക് അമ്മാതിരിയാണ്. ഈ സ്ലാബ് എങ്ങനെ രാത്രി ഏതെങ്കിലും ഒരുത്തം കയറി വീണ് മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്തം പറയും? സ്ലാബൊക്കെ റോഡിൽ കിടക്കാണ്, എല്ലാം റോഡിൽ കിടക്കണം. അവര് പറഞ്ഞത് കടക്ക് സെറ്റ് ബാക്ക് ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് വെറുതെ ഷീറ്റ് വെച്ചിട്ട് മറിച്ചിട്ടുള്ളൂ. ഇവരാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭിത്തി അടക്കം മതിലടക്കം ചേർത്ത് വെച്ചിട്ടാണ് ബിൽഡിങ്ങുകളും. അപ്പൊ ഇത് വയലേഷൻ സഹകരണ ബാങ്ക് ഒരു സെറ്റ് ബാക്കും ഇല്ലാന്നിട്ട് പറഞ്ഞേക്കണത്. എന്താ ശരിക്കും പ്രശ്നം എന്താണ്? അതായത് മണ്ണിട്ട് മൂടിയാക്കണ വീതി ഇട്ടേക്കണ മണ്ണിട്ട് മൂടിയാക്കിയാണ് അവിടെ നിന്ന്. അതായത് ഈ BWDയുടെ ഓട സഹകരണ ബാങ്കിന്റെ സ്വന്തം ഇഷ്ടത്തിന് മണ്ണിട്ട് മൂടിയാക്കണം. ഓ, സഹകരണ ബാങ്കാണ് മൂടിയാക്കുന്നത്. അതാണ് ഈ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്നത്. പഞ്ചായത്തിന്റെ ഇതിപ്പോ മൊത്തം വെള്ളക്കെട്ടിൽ ഇങ്ങനെ കിടക്കുവാണ്. വെള്ളക്കെട്ടിൽ ഇങ്ങനെ കിടക്കണം. ഓ, അതായത് ഇവന്റെ ജീമോന്റെ മീൻ വെള്ളം പോണെന്ന് പറഞ്ഞോണ്ട് ഇവർ തുടങ്ങി വെച്ചു. ഇത് മണ്ണിട്ട് മൂടിയത് മീനിന്റെ മണമെന്നും പറഞ്ഞു. എന്നിട്ട് അവന്റെ ആ നടപ്പാതയുടെ ആ വഴിയിൽ ഈ പെരിയാർ വാലിയുടെ വഴിയിലാണ് ഈ സാധനം കൊണ്ടുവന്ന്. ഇതെവിടെ? പെരിയാർ വാലി എവിടെയാ? പെരിയാറുടെ ഓടയാണ് ഈ പോണത്. ഇതാണ് വഴി. ഇതിൽ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് അവിടെ കൊണ്ടുവന്നിട്ട് കവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതല്ല ഓട എങ്ങനെ കിടക്കണമെന്ന് നോക്കി. ഇതാണ് BWDയുടെ ഓട കിടക്കണ കിടപ്പ്. ഇത്രയും കാശ് കൊടുത്ത് ഇവർ മുടക്കിയിട്ട് പുതിയ ഓട ഉണ്ടാക്കിയ കിടക്കണ കിടപ്പാണ് ഈ കാണുന്നത്. കുറെ നാളായ? കുറച്ച് നാളായുള്ള? ഇതിപ്പോ ഒരു 4-5 ദിവസമായിട്ടുള്ളൂ. ഇത് പൊളിച്ചിട്ടിട്ട് പൊളിച്ചിട്ട് ഈ സാധനം മൂടിയാക്കിയാണ്. ഇതിപ്പോ വേറെ പണിയാൻ വേണ്ടിയിട്ടാണോ? അതവരിപ്പോ മൂടിയിട്ടാക്കിയാണല്ലോ. ഇത്രയും കാശ് മുടക്കിയിട്ട് എന്തിന്റെ പേരിലാണ് ഈ പഞ്ചായത്തും ഇവരും കൂടി ഇത് മൂടിയാക്കണേന്നുള്ളത് നിലവിലറിയണം. പഞ്ചായത്തിനോടൊന്നും ചോദിച്ചില്ലായിരുന്നു? അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവര് തന്ന മറുപടി വേറെയാണല്ലോ. എന്താ പറഞ്ഞ? ഞാൻ അവരുടെ നമ്പർ തരാം. ഇതാണ് പെരിയാർ വാലിയുടെ? പെരിയാർ വാലിയുടെ ആണ്. ഇതിൽ ഇവന്റെ വഴിയിലേക്കുള്ള തടസ്സമാണ് ഈ സൃഷ്ടിച്ചാക്കുന്നത്. അതായത് പുള്ളി ഒരു സംരംഭം തുടങ്ങിയാക്കണാണ് ഇവിടെ. അത് പഞ്ചായത്ത് കൊണ്ടുവന്നിട്ട് വഴി മുടക്കിയിട്ട് വേസ്റ്റ് ബിൻ കൊണ്ടുവന്ന് വെച്ചാക്കാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടിയുള്ള നടപ്പവകാശമുള്ള വഴിയാണ്. ഇത് ഫുള്ള് പഞ്ചായത്ത് തടയേണ്ട കാര്യമില്ല. ഒരാളുടെ വ്യക്തിപരമായ ഇതിലേക്ക് പഞ്ചായത്ത് തടയേണ്ട കാര്യമില്ല. ഓ, അതിലേം റോഡുണ്ട്, ഇതിലേം ആക്സസ് വരും. ഇതിലേം കവർ ചെയ്ത് പോവാം. അത് BWDയുടെ ഓട വേസ്റ്റ് മണ്ണ് കൊണ്ടുവന്നിട്ട് ബ്ലോക്ക് ചെയ്തിട്ടാക്കണം അവര്. അതാണ് ഇവിടെ മെയിൻ നമ്മൾക്ക് അറിയേണ്ട കാര്യമുള്ളൂ. ഇതെല്ലാം കണക്ട് ആയിട്ട് പോയി ഈ കന ഇവിടെ നിന്ന് ഇങ്ങനെ പോയി അങ്ങനെ കയറും. അവിടെയാണ് ഈ സാധനം കൊണ്ടുവന്ന് വെച്ചാക്കണം. കരുമാലൂർ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്ക്. ബാങ്കിന് തോന്നിയ ഉള്ളു. ബാങ്കും പഞ്ചായത്തും കൂടിയാണ് ഇത് കളിക്കുന്നത്. ഈ മീൻകട മാറ്റണം എന്നാണോ? എന്താണ് അവരുടെ ആവശ്യം? മീൻകട ഒഴിപ്പിച്ചിട്ട് ബാങ്കിന് എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് അവരുടെ പർപ്പസ്. അവരുടെ പർപ്പസ് ഒരാളുടെ ജീവിതം വഴിമുട്ടിക്കുക. പെരിയാർ വാലിയുടെ ഇത് നോക്കി, ഇതാണ് ഈ വേസ്റ്റ് കിടക്കണ നോക്കി. പെരിയാർ വാലിയുടെ അല്ല, ഇതിപ്പോ ക്ലീൻ ചെയ്യൂലേ? എവിടെ ക്ലീൻ ചെയ്യണൂടാ? ഇവിടെ എല്ലാം പരമാവധി ഇവര് മണ്ണിട്ട് മൂടിയല്ലേ ഇവർക്ക് ശീലമുള്ളൂ. ഞങ്ങൾക്കൊന്നും നന്നാക്കണ ശീലമില്ല. നമുക്കൊന്നും നന്നാക്കണ ശീലമില്ല. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിയാർ വാലി കനാലിൻ്റെ അവിടെ സമീപത്താണ്. ഇത് ഇവിടെ നിന്നൊക്കെ വീണ് കാറ്റത്തോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ വീണതായിരിക്കാം. ഇതങ്ങോട്ട് പോട്ടെ. വേസ്റ്റ് കുപ്പികൾ കിടക്കണുണ്ടോ? നന്നാക്കേണ്ട ബാധ്യതയില്ലേ? ഇതൊക്കെ കൃത്യമായിട്ട് പരിപാലിക്കുക എന്നുള്ളതൊക്കെ ഇവരുടെയൊക്കെ ചട്ടമല്ലേ? അത് ചെയ്യാത്തതല്ലേ വിഷയം? ഇത് മാത്രമല്ല കേട്ടോ. അതായത് നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടില്ലേ ആ കനാൽ അടച്ചു പൂട്ടിയത്? യാതൊരു ഇതുമില്ല എന്നാണ് അവരുടെ അഭിപ്രായം. അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എന്താ പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു സംരംഭം തുടങ്ങി. പിന്നെ അത് അവരങ്ങോട്ട് നമ്മളെ പൂട്ടിക്കാനുള്ള പണിയാണ് നോക്കണത്. 3 വർഷമായി ഇത് തുടങ്ങിയിട്ട്. 3 വർഷം അതിൽ പോരാട്ടം തന്നെയാണ്. 3 വർഷമായിട്ട് നിങ്ങളിവിടെ റണ്ണിങ്ങിലാണ്? അന്ന് തുടങ്ങി ഇവർ പരാതിയും പ്രശ്നങ്ങളൊക്കെയാണ് ചെയ്തത്. എന്താ പരാതി? പരാതി എന്ന് പറഞ്ഞാൽ ശരിക്കും അവരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാങ്കിന് ഈ സ്ഥലം വേണം. അപ്പോൾ അത് പലപ്പോഴും ചോദിച്ചിട്ട് അവർക്ക് കിട്ടാതായി കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായി.
ഇതിനോട് ചേർന്ന് നടക്കുന്ന സ്ഥലമാണുള്ളത്. അപ്പോൾ ഇവർക്ക് ഇത് പല ബിസിനസ്സിനൊക്കെ ആയിട്ട് നോട്ടം ഉണ്ടായിരുന്നു. അവർ നോക്കിയപ്പോൾ കിട്ടിയില്ല, എനിക്ക് വാടകയ്ക്ക് കിട്ടി. ഇതിൻ്റെ ഉടമസ്ഥൻ എനിക്കാണ് തന്നത്. അതോടുകൂടി പിന്നെ അന്ന് തുടങ്ങി എന്നോട്, ഞാൻ പാർട്ടിക്കാരനായിരുന്നു, ഇത് ഭരിക്കണത് ഇടതുപക്ഷം തന്നെയാണ്. നിങ്ങളും ഇടതുപക്ഷക്കാരനാണ്. ഇടതുപക്ഷക്കാരനാണ്. കുഴപ്പമില്ല. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തരുന്ന വിഷയം തീരൂല. അതല്ലേ അവരുടെ ശത്രുവിനെ പോലെയല്ലേ കാണുന്നത്. എൻ്റെ ഭാര്യ പാർട്ടി മെമ്പറായിരുന്നു. തീരൂല എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരായിട്ട് പലപ്പോഴും ചർച്ചയ്ക്കൊക്കെ പോയിട്ടുണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻകടയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടേ ചെയ്യുന്നത്. എല്ലാ പേപ്പറും പൊല്യൂഷൻ്റെ പേപ്പർ വരെ ഉണ്ട് മീൻകടയ്ക്ക്. ഇതൊന്നും ഒരു അതിന്റെ പുറത്താണ് ആ ഫ്രണ്ടില ഇത് പൊളിച്ച് കുത്തിക്കളഞ്ഞത്. അങ്ങനെയാണ് ആന പൊളിച്ച് കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആനയിലേക്ക് പൈപ്പൊന്നും വെച്ചിട്ടില്ല. ഇവർ പറയണ ഞാൻ ആരോപിക്കണ ആനയിലേക്ക് വെള്ളം വിടണമെന്ന് പറയണത്. ആനയാണെങ്കിൽ വഞ്ചി പോലെ പണിത് അഴിമതിയായിട്ടാണ് പണിത് വെച്ചായിരുന്നത്. ആന ഇവിടെ നിന്ന് വഞ്ചി പോലെ കിടക്കുന്നത്. ഇപ്പം ഞാൻ അപ്പുറത്ത് കണ്ട് വെള്ളമൊന്നും പോകാണ്ട് കിടക്കുന്നത്. ഇവിടെ നോക്കിയതേ, ഇത് സ്ഥലമാണ്. അല്ല, വെള്ളം പോണില്ലല്ലോ. വെള്ളം പുറവശത്തെ വഴിയിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ പഞ്ചായത്ത് വേസ്റ്റ് പിന്നെ കൊണ്ടുവന്ന് വെച്ചു. ഞാനിവിടെ ഹോട്ടൽ ഇതൊക്കെ നടത്താനായിട്ട് തീരുമാനിച്ച സ്ഥലമാണ്. അവിടെ നടത്താനും നമുക്ക് പുറവശത്ത് സാധനങ്ങൾ കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. അവിടെയാണ് ഇപ്പോൾ പഞ്ചായത്ത് കൊണ്ടുവന്ന് അവിടെ വെച്ചത്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കലാണ്. 23 പരാതിയാണ് ഈ കട തുടങ്ങിയിട്ട് എനിക്ക് വന്നത്. ഈ 23 പരാതി അല്ല, എന്നിട്ട് നിങ്ങളുടെ തന്നെ മന്ത്രി, മറ്റേ വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞ എന്താണ്, ഓരോ ദിവസവും ഓരോ സംരംഭം അപ്പം തന്നെ ലൈസൻസ്, അങ്ങനെ പരാതി വന്നാൽ പരാതിക്ക് നടപടി എടുക്കാൻ പറ്റൂല എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. പക്ഷെ ഞാൻ നിയമവശാലായിട്ട് ക്യാഷ് ഷിഫ്റ്റിൽ രജിസ്റ്റർ ചെയ്ത കാരണം ഇപ്പം എനിക്ക് സ്റ്റേ കിട്ടി. ഞാൻ ഇത് പ്രവർത്തിക്കണം. നിയമാനുകൂലമായിട്ട് വന്ന കാരണം ഇതേക്കണം. ഇവരെല്ലാം മന്ത്രി ആയാലും ആരായാലും ഇത് പൂട്ടിക്കാൻ തന്നെ നോക്കിയത്. ചെവിയാലെ ഞാൻ കേട്ടതാണ്. അദാലത്തിൽ കൊണ്ട് ഇവർ പരാതി കൊടുത്തു. ഇവർ പരാതി കൊടുത്തിട്ട് കരുതലും കൈത്താങ്ങലും കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും കൂടിയിട്ട് അവിടെ വന്നേക്കണ് വിളിപ്പിച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഞാനിവിടെ അറിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ഇത് സംസാരിക്കാൻ നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഞാൻ മൈക്കിൻ്റെ ഈ സ്പീക്കറിൻ്റെ അടുത്ത് ചെവി വട്ടം വെച്ചിട്ട് ഇവരെന്താ പറയണമെന്ന് അറിയാൻ നിൽക്കണം. കാരണം നമ്മുടെ അരി പ്രശ്നമുള്ള എന്താണെന്ന് അറിയണമല്ലോ. ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ശ്രീലത ലാലു എന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്, സാറേ ഈ കട പൊളിച്ച് മാറ്റിയില്ലെങ്കിൽ നമുക്ക് നാണക്കേടാണ്, ആകെ പ്രശ്നമാണ്, ഇത് മാറ്റണമെന്ന് പറയുന്നു. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചിട്ട് സെക്രട്ടറി അടുത്ത് ചോദിക്കണം, എന്താ ഇത് പൊളിച്ച് മാറ്റാത്തതെന്ന്. ഇതെന്താ പൊളിച്ച് മാറ്റാത്ത, വേഗം പൊളിച്ച് മാറ്റാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ പേപ്പറുകളും ഉണ്ട്, ക്യാഷ് ഷിഫ്റ്റിൽ രജിസ്റ്റർ ചെയ്ത പേപ്പറിൻ്റെ എല്ലാം ഉണ്ട്. ഇതൊന്നും പറഞ്ഞിട്ട് സെക്രട്ടറി പറഞ്ഞിട്ട് അങ്ങോട്ട് നല്ലത് മാറ്റാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിടിയിൽ നിന്ന് 10 ദിവസത്തിനുള്ളിൽ പൊളിച്ച് മാറ്റാനാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി ഇത് കൊടുത്തു. ഞാനെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് മറ്റത്തെ വേസ്റ്റ് ബിൻ ഇങ്ങനെ വെക്കാൻ പറ്റുമോ? സംരംഭത്തിനൊപ്പം ഇങ്ങനെ വേസ്റ്റ് ബിന്നും കൊണ്ട് നോക്കാൻ പറ്റും? പറ്റില്ലല്ലോ. പറ്റില്ല. അതാണ് അതല്ല, എനിക്ക് പുറവശത്തേക്ക് കയറി പോണ വഴിയാണത്. ആ വഴിയിൽ ഇവർ ഇത് കൊണ്ടുവന്ന് വെച്ചേക്കണത്. അത് എന്നോടുള്ള വൈരാഗ്യം കൊണ്ട് വെക്കണത്. ഇന്നലെ വെളുപ്പിനാണ് ഇവിടെ ആൾക്കാർ എത്തണേക്കാട്ടി മുന്നേ ഈ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ആരും വരൂല. നേരം വെളുത്ത് ഇവിടെ കാണുമ്പോൾ ആർക്കും സ്ഥലത്തും ഇല്ലാത്ത പെരിയാർ വാരിയുടെ സ്ഥലം തന്നെയാണ് ഈ ഇപ്പുറത്ത് കിടക്കുന്ന കുറച്ച് ഏരിയ. ഞാൻ പറഞ്ഞു അവിടെ വെച്ചുകൂടെ എന്ന് വെച്ച്. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് വാശിക്ക് കൊണ്ടുവന്ന് വെച്ചേക്കണത്. ഈ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് വെച്ചേക്കണത് ഞാൻ എനിക്ക് സൗകര്യപ്പെടുത്താൻ വേണ്ടി ഞാൻ സ്വയം കാശ് കൊടുത്തിട്ടതാണ് ഈ കോൺക്രീറ്റ് ഒക്കെ. ഇത് ഇതേപോലെ കാടും പടലും പിടിച്ച് കിടന്ന സ്ഥലങ്ങളായിരുന്നു. ഇങ്ങനെയല്ല ഇവിടെ കിടന്ന കോലമെന്ന് പറഞ്ഞാൽ ഈ മീൻകട തുടങ്ങണതിന് 3 വർഷം മുന്നേ കിടന്നു പറഞ്ഞാൽ ഇതിലൊരു മനുഷ്യന് നടക്കാൻ പറ്റൂലായിരുന്നു. ഈ പുള്ളിക്കാരൻ മീൻകട തുടങ്ങിയതിന് ശേഷമാണ് ഈ ഇത്രയും വൃത്തിയായിട്ട് കാര്യങ്ങൾ റോഡായുള്ളൂ, നടക്കാനുള്ള ഒരു വഴിപ്പാതയേ ഉള്ളൂ. അപ്പോഴാണ് പുതിയ ഇതൊക്കെ ആയിട്ട് വന്നിട്ട് ഇത് വേണം. ഒന്നും വേണ്ട, ആ ഫ്രണ്ടിലെ ഓട മാത്രം മതി. ആ മണ്ണിട്ട് കൂടിയ 3 മീൻകാർ ഇതിന്റെ കടയുടെ മുമ്പിൽ വെച്ചിട്ട് കൊടുത്തോണ്ടിരുന്നു. അപ്പോൾ അവർക്ക് പരാതി ഉണ്ടായില്ല. 3 പേരുണ്ടായിരുന്നു. 2 പേരും മരിച്ചു പോയി, ഇനി ഒരാളുണ്ട് ജീവനോടെ ഉണ്ട്. അപ്പോൾ തട്ട് വെച്ചിട്ട് കടയുടെ നേരെ മുമ്പിൽ. ഇപ്പം അതല്ല ചെയ്യും. മോനിപ്പോൾ ഇവിടെ 3 വർഷമായിട്ട് ഇങ്ങോട്ട് നീക്കി എല്ലാ സൗകര്യത്തോടു കൂടി എല്ലാവർക്കും പോകാനും വരാനുള്ള എല്ലാ സൗകര്യത്തോടും കൂടി ചെയ്തിരിക്കുന്നതാണ്. ഞാൻ ഇവിടെ വ്യാപാര വ്യവസായയുടെ ഈ ഏരിയയുടെ പ്രസിഡന്റ് തന്നെയാണ്. ഏത് വ്യാപാര വ്യവസായ സമിതിയുടെ വ്യാപാരി വ്യവസായയുടെ പ്രസിഡന്റാണ്. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ ഞാനാ കൂടെ പോയത്. അവിടെ ചെന്ന സ്ഥിതിഗതികൾ അങ്ങനെ അല്ലല്ലോ. എൻ്റെ ഓർമ്മയിൽ 60 കൊല്ലത്തിന് മുമ്പുള്ള കാവ്യാണത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള കാവ്യാണത്. എനിക്ക് വയസ്സ് 80-80ആയി. ഇതവർ ഒരു സുപ്രഭാതത്തിൽ ഇവരെ വിളിച്ച് ഇത് തോട് തുറന്നു. അപ്പോൾ ശരി, തോട് കയറിയാണെങ്കിൽ നല്ല കാര്യമാണ്. അവസാനം തോട് വരാണ്ട് ഇവർ പറഞ്ഞ് ഞങ്ങളുടെ കടയുടെ മുമ്പിലൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റാതെ മൂടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വീണ്ടും ACB വിളിച്ചിട്ട് അത് മൂടാൻ തുടങ്ങി. മൂടാൻ തുടങ്ങിയപ്പോൾ എതിർത്ത് സംസാരിച്ച്. കാനം മൂടാൻ പറ്റില്ലല്ലോ. കാനം മൂടണമെങ്കിൽ അതിനകത്ത് കുറേ നിയമങ്ങളില്ലേ? നിയമങ്ങളുണ്ട്. വാർഡ് സഭ വിളിക്കണം,
അല്ല അത് ഗ്രാമസഭ അല്ല ഗ്രാമസഭ വിളിക്കണം. രണ്ട് ഗ്രാമസഭ കടയുണ്ട് അവിടെ. ആ രണ്ട് കട മുങ്ങിപ്പോവും. അവിടെ സ്ഥലത്തിൽ ഈ വെള്ളം ഇങ്ങോട്ട് പോകില്ല, നേരെ അങ്ങോട്ട് കടയിൽ അടിച്ചു കയറുള്ളൂ. അപ്പോൾ അത് തടഞ്ഞതിനാണ് അവർ ഇറങ്ങി വന്നത്. നിനക്ക് എന്താ അതാണ് ഇതാണെന്ന് പറഞ്ഞപ്പോൾ സെക്രട്ടറി. അപ്പം മറിച്ച് ഇവരും ചോദിച്ചു. അതിപ്പോൾ സ്വാഭാവികം. ഇപ്പോൾ നിങ്ങൾ തന്നെ ചീത്തോളിച്ച് ഞാൻ തിരിച്ചങ്ങോട്ടും വിളിക്കും. അത് സ്വാഭാവികം. അത്രേ ഉണ്ടായുള്ളൂ. അല്ലാതെ വേറെ അവരെ ഒന്നും പറഞ്ഞില്ല. അവിടെ കൂടിയിരിക്കുന്ന സകല ജനങ്ങളും ഇങ്ങേരുടെ സൈഡാ പറയുള്ളൂ. കാരണം ഇങ്ങനെ ആരും മെക്കെട്ട് കയറാൻ പോകാറില്ല. ഞാൻ ഒരു 3 വർഷം ഇപ്പോൾ തുടങ്ങിയിട്ടില്ലേ, 3 വർഷം കഴിഞ്ഞു. ഞാനൊക്കെ ഇവിടെ തന്നെ ജനിച്ച് വളർന്നതാണ്. എനിക്ക് അന്ന് കൂടിയും കാണുന്നതാണ്. ഞാൻ എൻ്റെ കാർന്നവരായിട്ട്, എൻ്റെ കാർന്നവരായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ്. 150-200 വർഷത്തോളം. ഇപ്പം എൻ്റെ മക്കൾ ഇവിടെ തന്നെയാണ്. ഇതിപ്പോൾ അപ്പോൾ ചേട്ടനൊക്കെ ഇവിടെ തന്നെ താമസിക്കുന്നതാണ്. അപ്പം ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇത് നോക്കി, വേസ്റ്റ് കാന നോക്കി, ഇത് പെരിയാർ വാലിയുടെ അല്ലേ? അതെ. ഈ മാലിന്യം കിടക്കണതോ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാറൊന്നുമില്ലേ ഇപ്പോൾ ഇവിടെ? ആരും ക്ലീൻ ചെയ്യിക്കണം. അല്ല, ഡെങ്കു മലേറിയൊക്കെ അടക്കം വന്നിട്ട് ഒരുപാട് പേര് ആശുപത്രിയിലാണ്. എൻ്റെ ഇതിപ്പോൾ എങ്ങനെയാക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് നിയമവശാൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് കോടതി അവർക്ക് ഇനി ഒന്ന് തുടർ നടപടി ഒന്നും ഇവർക്കെതിരെ ഉണ്ടാവരുതെന്ന് പറഞ്ഞ് നോട്ടീസ് എനിക്ക് കൊണ്ടുവന്ന് തന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇപ്പം അവർക്ക് ബുദ്ധിമുട്ടായി. അവർ പറഞ്ഞത് കടക്ക് സെറ്റ് ബാക്ക് ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് വെറുതെ ഷീറ്റ് വെച്ചിട്ട് മറിച്ചിട്ടുള്ളൂ. ഇവരാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭിത്തി അടക്കം മതിലടക്കം ചേർത്ത് വെച്ചിട്ടാണ് ബിൽഡിങ്ങുകളും. സഹകരണ ബാങ്ക് ഒരു സെറ്റ് ബാക്കും ഇല്ലാന്നിട്ടാണ് പണിതേക്കണത്. അപ്പൊ ഞാൻ അതിനെ പരാതി കൊടുത്തു. അതിനെതിരെ പരാതി കൊടുത്ത് എനിക്ക് സെറ്റ് ബാക്കിൽ എൻ്റെ തുറന്നു വെച്ചേക്കുന്ന സ്ഥലമാണ്. ഞാൻ എപ്പോൾ വേണമെങ്കിലും അവർ പറഞ്ഞിട്ടാണ് ഈ സൈഡിൽ ഷീറ്റൊക്കെ മറിച്ചു കൊടുത്തത്. ഇനി അവർക്ക് ഇനി കാക്ക കൊത്തി മീൻ കൊണ്ടുപോകണ്ട, അവിടെ കൊണ്ടുപോയിരണ്ടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഷീറ്റ് വെച്ച് മറിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മറിച്ച് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തു. എന്നിട്ടും ഇവർ പരാതിയാണ്. ഇവരുടെ ഉള്ളിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്ഥലം അവർക്ക് വേണം. അതിനെ എങ്ങനെയാണെങ്കിലും അടിച്ച് തന്നെ പുറത്താക്കിയിട്ട് ഈ സ്ഥലം മേടിക്കുക. അതാണ് ഇവരുടെ പ്രധാനം. പക്ഷെ അവർ കൊടുത്തില്ല. ഈ ജോയി മാനേജർ ഇവർക്കാണ് കൊടുത്തത്. പുറകെ ഇവർ എവിടെ ചെന്നാലും കേസിന് പോയാലും എല്ലാം ചെയ്യാൻ എനിക്കായിരുന്നു. നിയമം എൻ്റെ കൂടെയായിരുന്നു, സത്യം എൻ്റെ കൂടെയായിരുന്നു. ഇവർ ഈ കള്ളത്തരം ചെയ്ത് ഓരോരുത്തരും ഇട്ട് പുറകെ കൂടെ പരാതിയും. ഈ കാന കൊള്ളൂലാത്തതിന് കാന 5 വരെ കിടക്കണം. സാറ് അവിടെ നോക്കിയാൽ അറിയാം. കാന 5 കിടക്കാണ്. പകുതി വെള്ളം അവിടെ കെട്ടിക്കിടന്നിട്ട് അങ്ങോട്ട് പോവുള്ളൂ. ഞാനാണെങ്കിൽ കാനയിലേക്ക് ഒന്നും വിടുന്നില്ല, വെള്ളമൊന്നും വിടണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാനയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ 50,000 ഫൈനാണെന്നുള്ളത് എനിക്കറിയാം. ബിസിനസ് നടത്തി പരിചയമുള്ള എനിക്കറിയാം. അത് മാത്രമല്ല ക്രിമിനൽ കേസും. അപ്പോൾ ഈ കേസുള്ളതും കട അടപ്പിക്കാൻ അത് മതി. ഇത്രയും ഇവർ എന്നെ ബുദ്ധിമുട്ടിക്കണവർ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കട പൂട്ടും. പക്ഷേ ഇത് അന്വേഷണം വന്നതിന് നോക്കിയവരോ ആരും ഈ പൈപ്പും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിക്കുമ്പോൾ മനുഷ്യനായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വിഷമം വരുമല്ലോ. വിഷമം വരുമ്പോൾ നമ്മുടെ ഈ കാശ് മുടക്കും. 2 കടയാണ് ഞാൻ പണിതിട്ടേക്കണത്. ഇവിടെ മാത്രമല്ല, അവിടെയും വേറെ കട പണിതിട്ടുണ്ട്, ഹോട്ടൽ എല്ലാ സെറ്റപ്പിലും. ഇവർ പ്രശ്നങ്ങൾ പകുതി കഴിയുമ്പോൾ പണി നിൽക്കും. അങ്ങനെയായിട്ട് നിരന്തരം ശല്യമായിരുന്നു. ഒരു രക്ഷയില്ല. ഇവർ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ മീൻ ആളുകൾ പറയാണ് ഈ ഒരു കിലോ കരിമീനെടുത്ത് എനിക്ക് ഇപ്പം തന്നെ റെഡിയാക്കി ക്ലീൻ ചെയ്യാനായിട്ട് ക്ലീൻ ചെയ്ത് അപ്പം തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, പാചകം ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ പുതിയൊരു സംരംഭത്തിലേക്ക് കയറാമെന്ന് പറഞ്ഞിട്ടാണ്. റെസ്റ്റോറൻറ്റ് ചെയ്യാൻ വേണ്ടി പണി നടത്തിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോഴാണ് ഇവർ ഓരോ ഇതുകൾ വന്ന് ബ്ലോക്ക് ചെയ്ത് കളയുന്നത്. ഇതിപ്പോൾ സഹകരണ ബാങ്കിൻ്റെ ഇത് മൊത്തം സഹകരണ ബാങ്ക് ഭരിക്കണത് ഇടതുപക്ഷവും, സഹകരണ ബാങ്ക് ഭരിക്കണത് ഇടതുപക്ഷവും, പഞ്ചായത്തും ഭരിക്കണത് ഇടതുപക്ഷം. അപ്പോൾ ഞാൻ ആരെ പിടിച്ചിട്ടും ഒരു കാര്യമില്ല. ഒരു നേതാവിനെ പിടിക്കുമ്പോൾ മനസ്സുകൊണ്ട് നീ വേണ്ട പോലെ ചെയ്തോന്ന് പറയും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പുറത്ത് നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ പറയും അത് നീ വേണ്ട പോലെ. ഇവിടെ ഗ്രൂപ്പുകൾ ഭയങ്കര വലുതാണ്. അതിന്റെ ഇടയിൽ നമ്മൾ കിടന്നിട്ട് ഇടതുപക്ഷത്തിന്റെ ആളാണ്. പക്ഷെ മര്യാദയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന കൂട്ടത്തിൽ അത് വേണം. ഇതെന്റെ വൈഫാണ്. ഇതാണ് പുള്ളിക്കാരത്തിയൊക്കെ മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ്. പുള്ളിക്കാരത്തി പാർട്ടി മെമ്പർ പോലെയായിരുന്നു. പാർട്ടി മെമ്പറായിരുന്നു. ഒരുപാട് പേര് ബുദ്ധിമുട്ടിച്ച് ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുകയാണ് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ ഇതിൽ പ്രവർത്തിച്ചൊക്കെ നടന്ന ആൾക്കാരാണ്. ഈ ഒരു കട ഞങ്ങൾ തുടങ്ങിയ പിന്നെ ഞങ്ങൾക്കില്ലാത്ത പ്രശ്നങ്ങളില്ല, പരാതികളും. മാനസികമായിട്ട് ഇവർ നമ്മളെ ഇതാക്കി കളയും. ഞങ്ങൾ വേറെ കട ഞങ്ങൾക്കുണ്ട്, ഇത്രയും ബുദ്ധിമുട്ട് ഞങ്ങൾക്കില്ല. അന്യനാട്ടിൽ പോയി ചെയ്തിട്ട് ഇവിടെ ഈ ഒരു കട തുടങ്ങിയ പിന്നെയാണ് ഇവർ ഇത്രയും പ്രശ്നങ്ങൾ ഞങ്ങൾക്കെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നാട്ടുകാരൻ തന്നെയാണ്, അല്ലാണ്ട് അന്യനാട്ടിൽ നിന്ന് വന്നതുമല്ല. നമ്മളിവിടുത്തെ നാട്ടുകാരാണ്. നമ്മൾ വേറെ സ്ഥലത്ത് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് അതുകൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇവരുടെ നമ്മൾ ജനിച്ച നാൾ തുടങ്ങി
നമ്മളിങ്ങനെ തന്നെ ഇവരുടെ ഇതിൽ നിന്ന് ആണ് നമ്മൾ നിൽക്കണം. അങ്ങനെയാണ് എല്ലാവരുമായിട്ട് നമ്മൾ പോയേക്കണത്. പക്ഷെ ഇവരെന്താണ് എന്താ ഇവരുടെ അത് ഉള്ളിൽ മാത്രമല്ല മനസ്സിലാവും. 10-20 തൊഴിലാളികൾ ഇവരുടെ കൊണ്ട് ജീവിക്കുന്നുണ്ട്. സാറിപ്പോ ഇവിടെ വന്നല്ലോ, ഒരു മീൻകടയായ സാറ് കണ്ടിട്ടുണ്ട? ഈ ഒരു മീൻകടയായ ഒരു കടയ്ക്ക് ഉള്ള മണം ഇവിടെ ഉണ്ടാ? ശരി, ഉണ്ടായില്ല സാറ് ഈ കാണുന്ന സാറ് പറഞ്ഞില്ലേ, സാറ് അവിടെ ചെന്ന് നോക്കിയേ, ഇതേപോലുള്ള ഒരു കാണ തന്നെയാണത്. അതായത് എന്ത് ഭംഗിയായിട്ട് സൂക്ഷിച്ചേക്കണേന്ന് നോക്കിയേ. ഞങ്ങൾ അതേപോലെയാണ് നോക്കണത്. അല്ല, ഞാൻ ഇവിടെ കണ്ടത് ഇവിടെ നിന്ന് ഓപ്പണാണ്, കാണാൻ പറ്റും. ഇവർ പറയണതെല്ലാം ചെയ്തു. എത്ര ലക്ഷം രൂപ കടയുടെ അകത്ത് മുടക്കിയിട്ടുണ്ടെന്ന് അറിയാം. ടാങ്കാണ് ഫുള്ളും. ഇത് നമ്മളെങ്ങും വെള്ളം കളയണില്ല. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഇവര് ഇങ്ങനെ നമ്മളെങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കണേന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. എല്ലാ ആൾക്കാരും രാത്രി വന്നിട്ട് ഭീഷണി പ്രശ്നങ്ങളും കുറേ കാര്യങ്ങളും ഉണ്ട്. ഭീഷണിയാണ്. വൈകുന്നേരം വന്നിട്ട് തന്നെ കാണിച്ചിട്ട് നീ ആരോടെ കളിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല സാറേ, എന്ത് വന്നാലും ഞാൻ നോക്കും. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ കട നോക്കണത്. അപ്പോൾ കുറേ ഉണ്ട്, നാട്ടുകാരറിയണ്ടേ ഇത്. എൻ്റെ അവിടെ കിടന്ന സാധനം എടുത്ത് മാറ്റിയിട്ട് അപ്പുറത്തുനിന്ന് എടുത്ത് ഇപ്പുറം വെച്ചിട്ട് ആ സാധനം കൊണ്ടുവന്നാണ് അവിടെ കയറ്റി വെച്ചത്. ഞാൻ ചോദിച്ച് ഈ കൊണ്ടുവന്ന് വെച്ച ആളുകൾ തൊഴിലാളികളാണ് എൻ്റെ കടയിൽ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ മറുപടി എന്തായിരുന്നു പറഞ്ഞതെന്ന് അറിയാം. പ്രസിഡന്റ് അവിടെ തന്നെ വെക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? പ്രസിഡന്റ് പറഞ്ഞു വെപ്പിച്ചാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. വെച്ചവരെല്ലാം കുറ്റപ്പെടുത്തില്ല, അവർ തൊഴിലാളികളാണ്. അല്ല, അവരെന്ത് പറയാനാണ്? അവരോട് ഒരാൾ നമ്മളിപ്പോൾ നമ്മളെ തൊഴിലാളികളോട് നമ്മൾ പറഞ്ഞാൽ അതങ്ങനെ തന്നെ ചെയ്യും, ഇല്ലേ? അതാണ് സംഭവം. ഇത് തല്ലുപിടിക്കത്തോളം പ്രശ്നങ്ങളും ഉണ്ടാക്കണം. അത് തന്നെ മെയിൻ കാരണം. ഇവർക്ക് ഈ പറഞ്ഞോണം എങ്ങനെയൊക്കെ പോയിട്ടും ഒരു കാര്യമില്ല. പിന്നെ എങ്ങനെയാണ് ഈ തല്ലുപിടിക്കണം, അതിനുള്ള മുന്നോടികളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ നാൾ പാർട്ടിക്കകത്ത് നിന്ന കാരണം ഇത് എനിക്കറിയാം. ഒരാൾക്കെതിരെ ഒരു കേസ് അങ്ങോട്ട് കൊടുക്കുക, അപ്പോൾ അവനെ പൂട്ടാം, എന്നിട്ട് അവൻ നമ്മളോട് പ്രശ്നം ഉണ്ടാക്കി, എന്നിട്ട് ഈ ഒരു തട്ടലാണ് തട്ടണത്. അതിന് വേണ്ടി ഒരു മനഃപൂർവ്വം ചെയ്യണത്. സാധനങ്ങൾ ഇരുന്ന സാധനമൊക്കെ എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചിട്ട് ഇപ്പൊ കണ്ടു കഴിഞ്ഞ് വിചാരിക്കും നിങ്ങൾ പുറമ്പോക്കിലാണ് കച്ചവടം നടത്തുന്നത്. പ്രകോപിപ്പിച്ച് എന്തെങ്കിലും പറയിച്ച് അതിന്റെ മീതെ കേസാക്കി അവര് അതിനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. വിഷയങ്ങൾ ഉണ്ടാക്കാന്നുള്ളതാണ് അവരുടെ ഇത് ചെയ്യേണ്ട ഒരു കാര്യം. ഒരാളുടെ സാധനം എടുത്ത് മാറ്റിട്ട് അല്ലെങ്കിൽ പറയാതൊന്ന് മാറ്റിട്ടാ ഞങ്ങൾക്ക് ഇതിലൂടെ വെക്കാനുണ്ട്. അതൊന്നുമില്ല. അതന്നല്ല, ഒരാളുടെ വഴിയിലേക്ക് ഒരാൾ ക്ലീൻ ചെയ്തിട്ടേക്കണ സ്ഥലത്ത്, കോൺക്രീറ്റ് ചെയ്തിട്ടേക്കണ സ്ഥലത്തേക്ക് അവർ എടുത്ത് മാറ്റേണ്ട കാര്യമില്ല. ഈ മണല് എംസാന്റെ എല്ലാം ഇവിടെ കിടന്നതാണ്. ഈ തട്ടൊക്കെ അതിന്റെ അകത്ത് കിടന്നതാണ്. അതൊക്കെ അവരെടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ച് ചെയ്യുന്നത്. നമ്മുടെ സ്ഥലം കറക്റ്റ് ആ മതിൽ കെട്ടി തിരിച്ചാണ് സ്ഥലം വരെ ഉള്ളൂ. ബാക്കിയുള്ള ഇത് പെരിയാർവാരിക്ക് വിട്ടുകൊടുത്തേക്കുന്ന സ്ഥലമാണ്. പണ്ട് ഇതിന്റെ ആളുണ്ടായിരുന്ന ആള്, ഈ ഓണർമാര്. അപ്പൊ അതിനകത്ത് കുറച്ച് നമ്മുടെ സ്ഥലം നിലവിൽ ആ ഇതുവരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങോട്ട് വഴിയായിട്ടുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ പെരിയാർവാരി ഈ പോത്തനെ കെട്ടിയിരുന്ന സ്ഥലമാണ്. ഇന്നൊന്നും ഇവർക്ക് കംപ്ലൈന്റ് ഉണ്ടായില്ല കേട്ടോ. പോത്തന് ഇവിടെ ഇറച്ചിക്കട ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇറച്ചിക്കട കെട്ടിക്കൊണ്ടിരുന്നപ്പോ ഇവർക്ക് മണമില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അവര് മരിച്ചുപോയി. ഇപ്പൊ 3-4 വർഷമായിട്ട് അടച്ചുപോയി. ഞാൻ എൻ്റെ കട തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവർ നിർത്തിപ്പോയി. അതിന് ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഇല്ല, കച്ചവടവും മോശമാണ്, ചെയ്യണില്ല. ഇറച്ചിക്കട വെച്ചിരുന്ന സമയത്ത് വൈകിട്ട് ഈ സാധാരണ ആളുകൾക്ക് മറ്റേ മദ്യം കഴിക്കാനുള്ള മറയായിരുന്നു. അതൊന്നും ഇവർക്ക് കംപ്ലൈന്റ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പോൾ ജീവിച്ചു പോകുന്നു. കുറെ 10-20 പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. അവരും ജീവിച്ചു പോകുമ്പോൾ ഒരു അസൂയ മനസ്സ് അങ്ങനെ ഉണ്ടായ സംഭവമാണ്. തെറ്റും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാനിവിടെ തന്നെയാണ്. അതങ്ങനെയാണ് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ വ്യവസായം ഒരാളും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവാണ്ട് പുറത്തോട്ട് എസ്കേപ്പ് ആവണം, അല്ലേ? അതെ. ഇവിടുന്ന് കാന എടുക്കുന്ന സമയത്ത് കാന നിറഞ്ഞെടുക്കണേ. ഏതാണ്ട് ഒരു എൻ്റെ ഓർമ്മയിൽ ഒരു 10-30 വർഷമായിട്ട് ആ കാന പോരിയിട്ടില്ല, ഇവിടുന്ന് അങ്ങടേക്കുള്ള കാന. ഇവരാരോപിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് വെള്ളം ഒഴുക്കി വെച്ച് ഞാൻ അങ്ങടേക്ക് പോയി പാടത്തൊക്കെ ചെല്ലണമെന്നാണ് ആരോപിച്ചുകൊണ്ടിരുന്നത്. പാടത്തുനിന്ന് പോയിട്ട് ഇവിടെ നിന്ന് അപ്പുറം കടന്നു കിട്ടൂല വെള്ളം ഒഴിച്ചാൽ തന്നെ. അതിന് വെള്ളം ഒഴുക്കില്ലായിരുന്നു, ബ്ലോക്ക് ചെയ്ത് ഇറക്കിയായിരുന്നു. ഇതാണ് ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഞാൻ ഇത് കണ്ടില്ലേ, ബ്ലോക്ക് ആയി കിടന്നുകൊണ്ടാണല്ലോ 2018 പ്രളയം സമയത്ത് ആ മാതിരി മണ്ണും സാധനം ഈ റോഡിൽ കയറി മൂടിയത്. നിലവിൽ അതിന്റെ ഫ്രണ്ടിൽ അവർക്ക് കാന വേണ്ടാന്ന് ഞാൻ ഉൾപ്പെടെ സമ്മതിക്കില്ല. കാരണം അത് മൂടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കടയൊക്കെ പോയി. സാധാരണ മഴ വന്നിട്ട് ഈ കാന ഉണ്ടായിട്ട് കൂടെ അവിടെ വെള്ളം വരും. ഇത് അടച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവൻ അങ്ങോട്ട് പോകും. സ്ലാബ് ഇരുന്ന് എവിടെ ഇരുന്നറിയാം, സ്ലാബ് എല്ലാം എടുത്തു വെച്ചത് ഏത് ഒരു സൈഡ് വണ്ടി പോവുള്ളൂ. ഒന്നാമത്തെ ഇവിടെ വണ്ടി പോകണമെന്ന് പറഞ്ഞ പിള്ളേർ പോണ പോക്ക് അമ്മാതിരിയാണ്. ഈ സ്ലാബ് എങ്ങനെ രാത്രി ഏതെങ്കിലും ഒരുത്തം കയറി വീണ് മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്തം പറയും? സ്ലാബൊക്കെ റോഡിൽ കിടക്കാണ്, എല്ലാം റോഡിൽ കിടക്കും. 3 വർഷം മുമ്പ് പണിത കാനയാണ്. അന്ന് ഈ കാന പണിത സമയത്ത് പറഞ്ഞതാണ് ഇത് വെള്ളം അങ്ങോട്ട് പോവില്ല, ഇതിനറിയാവുന്ന ഒരു. അല്ല, അങ്ങനെ തന്നെയാണ്. കാരണം എനിക്കറിയാം, എൻ്റെ വാർഡിൽ തന്നെ ഒരു കാന പണിതിട്ട് പണി പൂർത്തീകരിച്ചിട്ടില്ല. ആദ്യം പണിതിട്ട് വെള്ളം പോയില്ല, അത് കഴിഞ്ഞ് അത് മെയിൻ്റനൻസ് വർക്ക് നടത്തി.
ആ മെയിൻ്റനൻസ് വർക്ക് നടത്തിയിട്ട് അതിൽ കൂടെ വെള്ളം പോകണില്ലാന്നും പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്ത് ഒരു തീരുമാനം ഉണ്ടായില്ല. എന്നിട്ട് ഇവന്മാർ പണി പൂർത്തീകരിക്കാണ്ട് ബില്ല് വരെ പാസ്സാക്കി കൊടുത്താണ്. വ്യവസായ സൗഹൃദ നാട്ടിൽ, അതും സ്വന്തം പാർട്ടിക്കകത്ത പാർട്ടി പ്രവർത്തകരോടാണ് ഈ ക്രൂരത. സ്വന്തം പാർട്ടി പ്രവർത്തകരോട് ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരോട് എങ്ങനെയായിരിക്കുമെന്ന് അത്യാവശ്യം വിവരമുള്ളവൻ ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതാണ്. ഈ പറയുന്ന വ്യവസായ സൗഹൃദ നാട് എന്നൊന്നുമല്ല, വ്യവസായത്തെ തകർക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിലൂടെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്തായാലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതുപോലെയുള്ളവരെയൊക്കെ ഈ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ അവരെയൊക്കെ ജനപ്രതിനിധി സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കിയാൽ മാത്രമേ നമ്മുടെ നാടും വികസിക്കൂ, അല്ലെങ്കിൽ വ്യവസായം കൊണ്ടുവരാൻ ഇനിയൊരു പുതിയ തലമുറ തയ്യാറാകൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.